ഇത് മുഗൾ റോഡിൻ്റെ ഒരു ഭാഗം. ഇത് റോഡിൽ ഐസ് കംപ്ലീറ്റ് ബ്ലോക്കായിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് റോഡാക്കി മാറ്റിയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് ഒരുപാട് ദൂരമുണ്ട്, ഏകദേശം ഒരു 400 കിലോമീറ്ററോളം ഈ ഒരു റോഡുണ്ട്. വെൽക്കം ബാക്ക് ടു ഞാനിപ്പം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്നു. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന വഴിയിൽ റംബാൻ ജില്ലയിലെ ഒരു ഹിമപാതം ഉണ്ടായിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുഗൾ റോഡുണ്ട്, മുഗൾ റോഡ്. ആ മുഗൾ റോഡ് വഴിക്കാണ് പോകുന്നത്. ഇദ്ദേഹം നമ്മുടെ കിളി, ഇദ്ദേഹം നമ്മുടെ ക്യാപ്റ്റൻ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഇത് ജമ്മു കാശ്മീരിലെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം. ഇവിടുന്ന് ഒരു റൂം എടുത്തിട്ട് അവിടെ താമസിച്ചിട്ട് നാളെ പുലർച്ചയ്ക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് കിടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ജമ്മു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിലാണ്. വൈകുന്നേരം 7:05. ഇവിടെ സൂര്യൻ അസ്തമിക്കണമെങ്കിൽ ഏകദേശം ഒരു 7:10 കഴിയും. ഇവിടെ പള്ളിയുടെ പരിസരത്ത് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. ആ പാർക്കിൽ ഇവിടുത്തെ കാശ്മീരി ജമ്മുവിലെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഇവിടെ ട്രെയിൻ വന്ന് ഇറങ്ങിയിട്ട് റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഇവിടെ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പള്ളിയും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് റൂമിലേക്ക് പോകണം. ഇതാണ് നല്ല തെളിഞ്ഞ ആകാശമാണ് ഇപ്പോൾ ഉള്ളത്. സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. ഇപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി പള്ളിയുടെ അകത്തേക്ക് കയറിയതാണ് ഞാൻ. ഇതിൻ്റെ പള്ളിയുടെ ഉൾഭാഗമാണ്. ഇന്ന് ഇവിടുന്ന് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകണം. അപ്പോൾ പുലർച്ചെ 3 മണിക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇനി റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് രാവിലെ എണീച്ചിട്ട് പോകണം. പുലർച്ചെ 3 തന്നെ പോകുന്നത് എന്താ വെച്ചാൽ പിന്നീട് വിശദീകരിക്കാം. അത് നമ്മൾ ഹോട്ടലിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇപ്പോൾ സമയം പുലർച്ചെ 3 മണിയായിട്ടുണ്ട്. ഇത് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബസ്. അപ്പോൾ ഇതിൽ മുകളിൽ നമ്മളെ ബസ്സിൻ്റെ കിളി ലഗേജൊക്കെ അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. ബസ് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രക്കാരൊക്കെ ഒന്ന് കാണാം നമുക്ക്. ജമ്മു ശ്രീനഗർ ഹൈവേ പിന്നെ മണ്ണിടിഞ്ഞിട്ട് ബ്ലോക്ക് അയക്കുന്നു, വണ്ടി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ റൂട്ടൊന്ന് മാറ്റിയത്. അവിടെ ഹിമപാതം പിന്നെ ഒന്നായിട്ട് വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് റോഡൊക്കെ പറ്റ ഒലിച്ചു പോയിട്ട് അതിൽ വാഹനഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മുഗൾ റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. ആ റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര പോകുന്നത്. മുഗൾ റോഡിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പുലർച്ച കഴിഞ്ഞ് ഇപ്പോൾ സൂര്യനെ കുതിച്ച് ഇവിടെ ഷമ്മാമ ഒരു ലോറിയിൽ നിന്ന് ചെറിയ വണ്ടിക്ക് ഇറക്കുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് ഷമ്മാമ ഒന്ന് കിട്ടുമോ നോക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. ഇവിടെ ഉണ്ടായ ഷമ്മാമയാണത്. നല്ല തിരക്കാണ്. റോഡ് വലിയ വലിയ വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിടും. ഇപ്പോൾ സമയം 6:45 ആയിരിക്കുന്നു. അങ്ങനെ എനിക്കൊരു ഷമ്മാമ കിട്ടിയിട്ടുണ്ട്. ഞാനത് ബസ് കയറി മുറിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു സഹോദരിയാണ് ഇത് തോലൊക്കെ ചെത്തിയിട്ട് ഞാൻ കൊടുത്തതാണ്. അവരാണിത് പീസാക്കുന്നത്. ഞങ്ങൾക്ക് ഓരെല്ലാവരും ഓരോന്നോരോ പീസ് കഴിക്കാൻ വിചാരിക്കുന്നുണ്ട്. ഷമ്മാമ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് ഈ റൂട്ടിലെ കാഴ്ചകളൊക്കെ കാണാം. നേരത്തെ പിന്നെ നേരം വെളുക്കാത്തതുകൊണ്ട് വലിയ ക്ലിയർ ഇല്ല ഇന്ന്.
ജമ്മു ശ്രീനഗർ ഹൈവേ ഏകദേശം ഒരു 250 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അതിലൂടെ പോവുകയാണെങ്കിൽ ഇപ്പം ഈ മുഗൾ റോഡ് വഴിക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 420 കിലോമീറ്ററിൻ്റെ ദൂരം ഉണ്ടാവും മൊത്തം. പക്ഷേ റോഡൊക്കെ കുറച്ച് മോശം കാര്യങ്ങളൊക്കെയാണ്. ഈ മുഗൾ റോഡ് സ്ഥിരമായിട്ട് എപ്പോഴും തുറക്കാത്ത റോഡാണ്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയാണ് അത് ആകെ തുറക്കുന്നത്. അല്ലാത്ത സമയത്തൊക്കെ അത് അങ്ങോട്ട് പൂട്ടിയിടുന്ന ഒരു റോഡാണ്. കാരണം അവിടെ ഐസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലോണം ഒരു സ്ഥലമാണ്. ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് വലിയ വാഹനങ്ങളിൽ ലോറികളും കംപ്ലീറ്റ് നിർത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ പാസഞ്ചേഴ്സ് പോയി കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഈ ലോറികളെയും കാര്യങ്ങളും കംപ്ലീറ്റ് ശ്രീനഗറിലേക്ക് വിടുക. ഇതൊക്കെ മറ്റേലൂടെ പോകേണ്ടതായിരുന്നു. പക്ഷേ അവിടെ റോഡ് പിന്നെ ബ്ലോക്ക് ആക്കിയതുകൊണ്ടാണ് ഈ വാഹനങ്ങളൊക്കെ ഈ റോട്ടിൽ കൂടി പോകുന്നത്. ഇനി അടുത്തൊരു വലിയ സിറ്റി ഉള്ളത് പൂഞ്ചാണ്. അവിടേക്ക് 83 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പല സ്ഥലങ്ങളിലും നമ്മളെ ബസ് തടയുന്നുണ്ട്. കാരണം ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ആടുംകൂട്ടങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ അങ്ങനെയാണ് സ്ഥിരമായിട്ട് ആട്ടിടയന്മാർ ചെമ്മരിയാടിനങ്ങനെ മേയിച്ചിട്ട് അങ്ങനെ പോകും. ഇത് മറ്റേ സാധാരണ ആടും ആ കൂട്ടത്തിൽ ഉണ്ടാവും. ആടുകളെ കൊണ്ട് പോകുന്നു. ബസ് നമ്മുടെ പോലീസ് ഇവിടെ പിടിച്ചിട്ടതാണ് ഈ സഞ്ജോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം ഇനി ഇവിടുന്ന് വിട്ട് വേറെ വാഹനത്തിന് പോകണം. ഞാനിപ്പോൾ ഉള്ളത് കാശ്മീരിലാണ്. കാശ്മീരിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഹിമപാതം സംഭവിച്ചിട്ടുണ്ടോ? ജമ്മു ശ്രീനഗർ റൂട്ടിൽ ഈ റംബാൻ ഡിസ്ട്രിക്റ്റിലാണ് ഒന്നായിട്ട് ഇടിഞ്ഞിറങ്ങിയിട്ട് അവിടെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരാഴ്ചൻ്റെ മുകളിൽ പിടിക്കും. അപ്പോൾ അതിന് പാരലായിട്ട് മുഗൾ റോഡ് എന്ന് പറഞ്ഞൊരു റോഡുണ്ട്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് തന്നെ പോകുന്നത്. ഈ മുഗൾ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ട് അക്ബർ ചക്രവർത്തി കാശ്മീർ ചായവരെ പിടിച്ചെടുത്ത സമയത്ത് ലാഹോറിലേക്ക് പോകാം, ലാഹോർ കാശ്മീർ റൂട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് ഈ മുഗൾ റോഡ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മുഗൾ റോഡിലാണ്. ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പം കാശ്മീരിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജമ്മുവിൽ ഇറങ്ങിയിട്ട് ജമ്മുവിൽ നിന്ന് മുഗൾ റോഡ് വഴിക്ക് പോവുകയാണ് നല്ലത്. അതല്ലെങ്കിൽ കാശ്മീരിലെ ഉധംപൂരിൽ ഇറങ്ങിയിട്ട് ഉധംപൂരിൽ സങ്കർദാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ബനിഹാളിൻ്റെ മുമ്പ്. അവിടേക്ക് ടാക്സിക്ക് പോയിട്ട് സങ്കർദാനിൽ നിന്ന് നേരെ ശ്രീനഗറിലേക്ക് പിന്നെ നമുക്ക് ട്രെയിനിന് പോകാം, അങ്ങനെയും പോകാം. പക്ഷെ അവിടെ റോഡ് ബ്ലോക്കാണ്. പക്ഷെ ഉത്തമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഗൾ റോഡിലൂടെ പോവുകയാണ്. പക്ഷേ ഒരുപാട് സമയം പിടിക്കും, എന്നാലും ശ്രീനഗറിലെത്താം. അപ്പം നമുക്ക് മുഗൾ റോഡിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. പോലീസ് നമ്മുടെ ബസ് തടഞ്ഞു വെച്ച ശേഷം നമ്മൾ വേറൊരു വണ്ടി എടുത്തിട്ട് തവേര 7 സീറ്റുള്ള അതിലാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗ്ലാസിൻ്റെ ഫ്രണ്ട് ഭാഗം ആകെ പൊടി പിടിച്ചിട്ട് വലിയ ക്ലിയർ ഇല്ല. അപ്പോൾ വീഡിയോക്കും അത്രയേ ഉള്ളൂ ക്ലിയർ ഉണ്ടാകുക. ഇപ്പോൾ സമയം വൈകുന്നേരം 5:25. ഇവിടെയും പല സ്ഥലങ്ങളിലും പോലീസ് ബ്ലോക്കാക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ഇവിടുത്തെ ലോക്കൽ ഡ്രൈവർമാരാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ശ്രീനഗറിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ നമ്മുടെ പല ഊടുവഴി ഉണ്ട്, ആ ഊടുവഴി കൂടെയൊക്കെ അങ്ങനെ പോവുകയാണ്. മുഗൾ റോഡിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. ഇത് മുഗൾ റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് ജനവാസമുള്ള ഏരിയയാണ്. ഇവിടെയുള്ള ചെറിയൊരു ടൗണും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയും പോലീസ് ഇതിൽ റോഡുണ്ട്, അത് ബ്ലോക്കാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവർ വേറൊരു വഴി കണ്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ആ വഴിക്കുള്ള പരിപാടിക്ക് നോക്കി നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റോട്ടിൽ. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. പുള്ളിക്കാരന് വേറൊരു വഴി അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണോ കൈമ പിടിച്ചോ
ഇപ്പോൾ ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ ഏകദേശം ഒരു 7:15 ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ 5:50 ആയിരിക്കുന്നു. ഇപ്പോഴും നല്ല വെളിച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ട്.
വാഹനം പോലീസ് തടഞ്ഞു നിർത്തിയാണെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ വരിക്ക് നിൽക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇപ്പോൾ വണ്ടി വിടൂല. ഇപ്പോൾ സമയം 7:20. ഇനി നാളെ രാവിലെ 7 മണിക്കുള്ളും ഇവിടുന്ന് വാഹനങ്ങൾ വിടുക. അപ്പോൾ അതുവരെ ഇനി ഇവിടെ എവിടെയെങ്കിലും താമസിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പരിസര കാര്യങ്ങളൊക്കെ കാണാം. ഇവിടേക്ക് ചാണ്ടിമർ എന്നാണ് ഇവിടേക്ക് പറയുക. ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇവിടെ ജനവാസ ഏരിയയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ ആൾതാമസം ഇല്ലാത്തൊരു ഭാഗമാണ്. അപ്പോൾ രാത്രി വാഹനങ്ങൾ പോകുമ്പോൾ വലിയ പ്രശ്നമാണ്. 2 വാഹനങ്ങൾക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പോലീസ് ഇവിടെ തടഞ്ഞു നിർത്തിയുള്ളത്. എല്ലാവരും പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കാശ്മീരിയുടെ ഏതെങ്കിലും വീട്ടിൽ താമസിക്കാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിച്ച് നമ്മളൊരു കാശ്മീരിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവരെ റൂം നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അടുക്കള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാവപ്പെട്ട ഒരു ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ അത്ര വലിയ ഇതൊന്നുമില്ല. അപ്പോൾ അവരപ്പം നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്താണിത്. ഇത് അവരെ കുടുംബമായിട്ട് നമ്മളൊരു സെൽഫി ഫോട്ടോ എടുത്താണ്. ഇത് അവിടുത്തെ ഗൃഹനായിക, അത് ഗൃഹനായകനാണ്. അപ്പോൾ രാവിലെ ഞാൻ പുലർച്ചയ്ക്ക് എണീച്ചാണ്. അവരെല്ലാവരും വീട്ടുകാരൊക്കെ ഉറങ്ങുകയാണ്. വീട് പണി കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ. ഇതുവരെ അടുക്കളയാണ് ഈ കാണുന്നത്. അടുക്കളയിലും ഇവർ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്. കാരണം ഈ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെയും ഗ്യാസും സ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. എല്ലായിടത്തും കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നു. പാത്രങ്ങളും ഒക്കെ ഇതിൻ്റെ മുകളിലാണ്. ഇവിടെയും ആളുകൾ കിടക്കുന്നുണ്ട്. മലയാളീസ് അല്ലത്. ഇതാണ് അവരുടെ വീട്ടിലേക്ക് കയറാനുള്ള കോണി. അപ്പം നമ്മളെ ബാഗ് അവിടുത്തെ വീട്ടുകാരെ നമുക്ക് താഴത്തേക്ക് ഇറക്കി തരാണ്. ഇവിടുന്ന് ദൂരത്തെ കണ്ടില്ലേ, എത്രയോ ദൂരത്ത് അപ്പുറത്താണ് നമ്മുടെ റോഡ് നിൽക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് കയറ്റം കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് രാത്രി ഇങ്ങോട്ട് വന്നത്. രാത്രി ഒന്നും ഇവിടേക്ക് വരാനുള്ള വീഡിയോ എടുക്കാനുള്ള വിളിച്ചോ കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ പരിസരമോ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഒക്കെ കുന്നിൻ ചെരുവുകളാണ് ഇവിടെ ഉള്ളത് കംപ്ലീറ്റ്. അപ്പോൾ പരിസരമൊക്കെ ഒന്നങ്ങനെ നിങ്ങൾ കണ്ടോളൂ. ഇവിടെ താമസിച്ചവർ ഇറങ്ങാണ്. കാരണം വീട്ടുകാർ തന്നെ കൈ പിടിച്ചു കൊടുക്കുന്ന ഹാൻഡ് റെയിലൊന്നുമില്ല. വീട് പണി കഴിഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ്റെത്. പാവപ്പെട്ടവരെ വീടാണ്. ഇവിടെ നിന്നിങ്ങനെ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്. മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഇപ്പം നമ്മൾ താമസിച്ചിരുന്നത്. ഇതൊരു മല. ഈ മലൻ്റെ അതിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. അരുവി ഒഴുകി വന്ന് ഇവിടെ വേറൊരു മലൻ്റെ മുകളിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇതാണ് താമസിച്ച വീട്. കണ്ടില്ലേ, അതാ കാണുന്ന ജമ്മു ശ്രീനഗർ ഒറിജിനൽ റോഡ് പൂട്ടിയതുകൊണ്ടാണ് ഇതിലേ വന്നത്. അപ്പോൾ ഇവിടെ ഒന്നും പിന്നെ താമസിക്കാനുള്ള ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ പരിസരവാസികൾ അവർ ചെറിയൊരു വാടകയ്ക്ക് അവരുടെ റൂമും കാര്യങ്ങളൊക്കെ വാടക കൊടുത്തിട്ട് താമസിപ്പിക്കും. ഇതുകൊണ്ട് തന്നെ നല്ല സൗകര്യമാണ്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവിടെ നിൽക്കുക പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. റൂമില്ലെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ രാത്രി ഉണ്ടായിരുന്നു ഇവിടെ. ഇത് മുഗൾ റോഡിലുള്ള ചന്ദിമാർ സ്ഥലമാണ്. ഇവിടെ രാത്രി വണ്ടി പിടിച്ചിടും. പിന്നെ ഇവിടുന്ന് രാവിലെ ഉള്ള വണ്ടി വരിക. അപ്പോൾ ഈ കാണുന്നൊക്കെ ഇവിടെ നിർത്തിയിട്ട വണ്ടികളുടെ ഒരു നിരയാണ്. ഈ മുഗൾ റോഡ് ഇപ്പോൾ തുറക്കാനുള്ള കാരണം നമ്മുടെ ജമ്മു ശ്രീനഗർ ഹൈവേയിലുള്ള ഹിമപാതം സംഭവിച്ചില്ല. അതിനുശേഷം സംഭവിച്ചതാണ്. ഞങ്ങൾ ഇന്നലെ താമസിച്ചിരുന്നത് ഇവിടെ ഒരു കാശ്മീരികളുടെ വീട്ടിൽ. അത് അങ്ങ് മലൻ്റെ മുകളിൽ ഞാൻ കാണിച്ചു തരാം. അത് ദൂരത്തെ ഏറ്റവും മുകളിൽ കാണാം. അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ സമയം 6:45. ഇനി 8 മണിക്കാണ് ഇപ്പോൾ വണ്ടി വിടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും വാഹനങ്ങൾ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, അവിടുന്ന് ഇങ്ങോട്ടേക്കും വരാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്കും ഇനി പോവും. അപ്പോൾ ഇനി എപ്പോഴാണ് വിടുന്നത് വെച്ചാൽ അപ്പോഴിപ്പോൾ പോകാൻ പറ്റുക. അതുവരെ ഇങ്ങനെ ഇവിടെ വരിയിൽ നിൽക്കുക. ചാണ്ടിമർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഒരു സ്ഥലം കംപ്ലീറ്റ്. ഇവിടെയാണ് ജനവാസം ഇപ്പോൾ ലാസ്റ്റ് ഉള്ളത്. ഇവിടുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പിന്നെ ജനവാസം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെമ്മരിയാടിനെ രാവിലെ തന്നെ മേക്കാൻ വേണ്ടിയിട്ട് ആട്ടിടയന്മാർ പോകുന്നുണ്ട്. ഇവിടെ സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കിലോമീറ്ററോളം നടക്കും വരും.
ഇപ്പം സമയം 9:15 7 മണിക്ക് വിടുന്നു പറഞ്ഞു. പിന്നെ 8 മണിക്കായി. പിന്നെ ഇപ്പം 9 മണിക്കാണ് ഇപ്പം അങ്ങോട്ട് വിട്ടത്. അപ്പം ഇനി കംപ്ലീറ്റ് ഇങ്ങനെ കൊല്ലികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അധികം ജനവാസമൊന്നും ഇല്ലാത്ത, ജനവാസം തീരില്ല എന്നാണ് പറഞ്ഞിട്ടത്. ഇവിടുന്ന് ഇങ്ങനെ കൊല്ലിയായിട്ടുള്ളതാണ്. ഇതാണ് മുഗൾ റോഡ്. ഇനി ഏകദേശം ഒരു 100 കിലോമീറ്ററോളം എത്തിക്കഴിഞ്ഞാലാണ് ഇനി അടുത്ത ടൗൺ എത്തുക. അതുവരെ ഈ റോഡിലൂടെ ഇങ്ങനെ പോകണം. ഈ റോഡ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഉള്ള തുറക്കുക. സെപ്റ്റംബർ ടു മാർച്ച് ലാസ്റ്റ് വരെ ഇത് ക്ലോസ് ചെയ്തിരിക്കും. കാരണം അവിടെ ഐസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ലോണം ഐസ് ഉണ്ടാവും എന്ന് പറഞ്ഞു നമ്മൾ ഡ്രൈവർ. ഞാൻ ഈ റൂട്ടിലൂടെ ഫസ്റ്റിലാണ് പോകുന്നത്. ഇനി കംപ്ലീറ്റ് ഒരു ഭാഗം കൊല്ലിയാണ്, ഒരു ഭാഗം ചെങ്കുത്തായ മലകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോവാം. അത്ര ക്ലിയർ ഉണ്ടാവില്ല, കാരണം നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗ്ലാസ്സിൽ കംപ്ലീറ്റ് പൊടി കാര്യങ്ങളും കുറേ ചളിയും പിളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മട്ടത്തിൽ അങ്ങനെ നമുക്ക് കണ്ടിട്ട് അങ്ങനെ പോവാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാഴ്ചകൾ കാണുക. മുഗൾ രാജാക്കന്മാരെ സമ്മതിക്കണം. അവരുണ്ടാക്കിയ ഒരു അന്ന് ഇത്ര സൗകര്യമൊന്നും ഉണ്ടാവില്ലല്ലോ റോഡിന്. എന്നാലും ഒരു ഐഡിയ ഉണ്ടല്ലോ. അവർ നല്ല മലൻ്റെ സൈഡിൽ കൂടി ഒരു സൈഡിൽ കംപ്ലീറ്റ് പുഴ ഒഴുകിയിട്ടുള്ള നല്ല പ്രകൃതി ഭംഗി, നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു റോഡ് ഉണ്ടാക്കിയതുകൊണ്ട് ഇപ്പം നമുക്ക് ഇതിലേ പോകാനായി. ഇത് വളരെ ഫേമസ് റോഡാണ്, മുഗൾ റോഡെന്ന് മുമ്പ് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഒരു സാഹചര്യം ഒത്തത്. നല്ല റോഡെന്ന് പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം നല്ല റോഡ് തന്നെ ആക്കിയിട്ടുണ്ട്. നല്ല കണ്ടില്ല, താഴത്തേക്ക് ഉണ്ടല്ലോ ഒരുപാട് ഉയരത്തിലപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ പോയിട്ട് അങ്ങനെ പോകണം. ഏതായാലും സംഭവം അടിപൊളിയാണ്. മുഗൾ രാജാക്കന്മാർക്ക് ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ് ഇവിടെ ഈ വഴിക്ക് റോഡ് ഉണ്ടാക്കിയതിന് അവർക്ക്. ഇവിടുത്തെ ബ്ലോക്കും ഇവിടെ ഈ
ഈ മലൻ്റെ മുകളിൽ ഐസൊക്കെ നമുക്ക് കാണാം. ആ കാണുന്നത് ഐസിന്റെ ബ്ലോക്കാണ്. ഇത് റോഡ് ബ്ലോക്കാക്കി റോഡ് കവർ ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ടാണ് വാഹനങ്ങൾ അങ്ങോട്ട് പോവുക. ഇതാണ് മുഗൾ റോഡ്. ജമ്മു ശ്രീനഗർ റോഡിൽ ഇതുപോലത്തെ ഐസ് ഇങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു മുഗൾ റോഡിലുള്ള ഇത് കാണാൻ പറ്റില്ല. ഇതാണ് റോഡിലെ ബ്ലോക്ക് മാറ്റുന്ന JCB അവിടെ കണ്ടില്ലേ, ആ കാണുന്നതാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രാത്രി ഇതിലെ പിന്നെ വാഹന ഗതാഗതം നിരോധിച്ചിട്ടുള്ളത്. ഇരുട്ടായിരിക്കും ഇവിടെ കംപ്ലീറ്റ്. ഇത് കണ്ടില്ലേ, ഇത് ഐസാണ് രണ്ട് സൈഡിലും. ഐസിനെ കട്ട് ചെയ്തിട്ടാണ് ഈ റോഡ് ഇതിലെ പാസ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ, ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഈ ഒരു റൂട്ടിലുള്ള യാത്ര ഉള്ളത്. സെപ്റ്റംബർ മുതൽ പിന്നെ മാർച്ച് ലാസ്റ്റ് വരെ ഇതിലൂടെ യാത്ര അലൗഡ് അല്ല. കാരണം എന്താ വെച്ചാൽ ഇതേപോലെ റോഡ് കംപ്ലീറ്റ് ഐസായിട്ട് കെട്ടിക്കിടക്കും. അപ്പോൾ യാത്രക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. ഇവിടെ ഒരു കല്ലിൻ്റെ കെട്ടുണ്ടല്ലേ, ഈ കെട്ടിൻ്റെ ഇപ്പം നമ്മൾ വന്ന ഭാഗം കംപ്ലീറ്റ് ജമ്മുവിൻ്റെ ഭാഗമാണ്. ഇനി ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗം ശ്രീനഗറിൻ്റെ ഭാഗമാണ്. അതാണ് ഈ അതിൻ്റെ ഒരു തൂണാണ് ആ കാണുന്നത്. ഇതിവിടെ സന്ദർശകരൊക്കെ യാത്രക്കാരൊക്കെ ഇങ്ങനെ കുറച്ച് നിർത്തിയിട്ടൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു പ്രസിദ്ധമായൊരു ചെറിയൊരു പള്ളിയുണ്ട്, ഒരു ദർഗയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി കാരണമാണ് ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുള്ളത്.
ഈ റോഡാണ് മുഗൾ റോഡ്. ഈ മുഗൾ റോഡിന്റെ ഇപ്പൊ നമ്മൾ കാശ്മീരിന്റെ ഭാഗത്ത് എത്തിയിട്ടുള്ളത്. മുമ്പ് ജമ്മുവിന്റെ ഭാഗത്ത്, ഈ കാശ്മീരിന്റെ ഭാഗത്ത് എത്തിയാൽ കംപ്ലീറ്റ് ഐസ് മലകളാണ്. ഈ കാണും, ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതാണ് ഐസ് മല, കംപ്ലീറ്റ് ഐസാണ്. ഇപ്പൊ ഈ ഏപ്രിൽ മാസമാണ്. ഇത് ജസ്റ്റ് മാർച്ച് മാസം ഏപ്രിൽ 1 ഒക്കെ ആവുമ്പോൾ നല്ല ഐസ് ആയിരിക്കും, കംപ്ലീറ്റ് ഐസ് ആയിരിക്കും. ഈ റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും. ഇതാണ് മുഗൾ റോഡ് എന്ന് പറയുന്ന റോഡ്. ഇവിടെയും കണ്ടല്ലോ ഐസ്, ഇതൊരൈസ്. ഈ റോഡിനെ കംപ്ലീറ്റ് JCB പിന്നെ ക്ലീൻ ആക്കും. ഇതാണ് ഹീർപുര എന്നുള്ള ടൗൺ. ഇവിടെ എന്താ പ്രത്യേകത കഴിഞ്ഞാൽ മുഗൾ റോഡ് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന വഴിക്ക് മുഗൾ റോഡ് ഇറങ്ങി വന്നിട്ട് കാണുന്ന ആ ഒരു സിറ്റിയാണ് ഹീർപുര. ഇവിടെയാണ് ഈ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിന് പല ഉച്ചാരണമുണ്ട്. ഹേരാപുര എന്ന് പറയും, ഹേർപുര എന്നൊക്കെ പറയും. ഏതായാലും ഹേരാപുര നമുക്ക് പറയാം. നേരത്തെ ഇന്നലെ ചാണ്ടിമറിൽ നമ്മൾ രാത്രി നിന്ന് താമസിച്ചില്ലേ, അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ടൗൺ ഉള്ളത് ഇതാണ്. ഏകദേശം ഒരു 100 കിലോമീറ്ററിലും കൂടുതൽ ഈ ചുരം കയറി ഇറങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു എത്തുന്നത്. ഈ ഒരു കണ്ടില്ല, ഇവിടെ ഹേരാപുര എന്നതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ പാലുണ്ട്. ആ പാലം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ ഈ ശ്രീനഗറിൻ്റെ ഒരു ഭാഗമെത്തി. അപ്പോൾ ഇവിടെ പള്ളീൻ്റെ മുകളിൽ നമസ്കാര സമയമൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ കാണിക്കും, അടുത്ത നമസ്കാരം എപ്പോഴാണ് എന്നുള്ള വിവരങ്ങളൊക്കെ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ശ്രീനഗറിലേക്ക് അധികം ദൂരമില്ല. ഇതാണ് കാശ്മീരികളുടെ ഒരു ദേശീയ ഭക്ഷണ റൊട്ടി. അപ്പം ഞാൻ ഇത് വാങ്ങിയതാണ്. ഒന്നിന് 5 രൂപയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വെറുതെ അങ്ങനെ തിന്നാം. ഇത് മൂപ്പര് കടയിൽ വിൽക്കുകയാണ്, ഇദ്ദേഹം ആള്. ഇതിനാണ് കാശ്മീരിൽ ഗിർദ എന്ന് പറയാ. ഇതാണ് കാശ്മീരികളുടെ മുറം. ഇതാണ് മുഗൾ റോഡിന്റെ എൻഡിൽ, അതായത് ജമ്മുവിൽ നിന്ന് വരുന്ന സമയത്ത് എത്തുന്ന മുഗൾ റോഡിന്റെ ലാസ്റ്റ് ടൗൺ നിൽക്കുന്ന ഹേരാപുര സിറ്റിയാണ്. അങ്ങനെ ദൂരെ അവിടെ ഐസ് കാണാം. അതിലതാ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ശ്രീനഗറിലേക്ക്. ഇതാണ് ശ്രീനഗർ ഹൈവേ. ഈ ഹേരാപുര എത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. മുമ്പ് നമ്മൾ രാത്രി താമസിച്ചിരുന്നൊരു സ്ഥലമുണ്ടോ, ചാന്തിമർ എന്ന സ്ഥലം. അവിടുന്ന് വിട്ടാൽ പിന്നെ അടുത്തൊരു
ജനവാസമുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇവിടെ ഇഷ്ടംപോലെ ആപ്പിൾ തോട്ടങ്ങളുള്ളൊരു ഭാഗമാണ്. നമ്മളെ പഹൽഗാം റൂട്ടിൽ പോകുന്ന പോലെ തന്നെ ഈ ഒരു വഴിക്കും നല്ലോണം ആപ്പിൾ ഉള്ളതാണ്. കാരണം ഇവിടെ ഐസ് കൂടുതലുള്ള ഭാഗമാണ്. ഇതിലൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നുമില്ല അതിൽ. ആപ്പിൾ ഉണ്ട്, ആപ്പിൾ. അങ്ങനെ നമ്മുടെ വാഹനം ശ്രീനഗറിലെത്താനായി. നമ്മുടെ രാജ്ബാഗിലുള്ള ഒരു സീറോ ബ്രിഡ്ജിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്താണിത്. ഞാനിപ്പോൾ ശ്രീനഗറിൽ 2 ദിവസത്തെ യാത്ര ജമ്മുവിൽ എത്തിയിട്ട് ഇങ്ങോട്ട് എത്തിയതാണ്. ഇവിടെ കംപ്ലീറ്റ് ഇന്ന് ഹർത്താലാണ്. എല്ലാ കടകളും അടഞ്ഞു കിടക്കുകയാണ് ഇന്നലത്തെ ആ വെടിവെപ്പിന് ശേഷം. അപ്പം നമുക്ക് ആ കടകളൊക്കെ ഒന്ന് കാണാം. ഞാൻ ഇപ്പോൾ ഉള്ളത് ലാൽ ചൗക്കിലാണ്. അപ്പൊ കാശ്മീരിൽ ഇപ്പൊ പെട്ടെന്ന് 1-2 ദിവസം ഒരാഴ്ചയിനുള്ളിൽ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കഴിയുന്നതും വരാതിരിക്കാൻ നോക്കലാണ് ഉത്തമമുള്ളത്. റോഡുകളൊക്കെ വിജനമാണ്. കംപ്ലീറ്റ് പട്ടാളക്കാരെ കൊണ്ട് നല്ല തിരക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് ലാൽ ചൗക്കിലാണ്. ലാൽ ചൗക്കിലെ ഇവിടെ ഒരു ധർണ ഒക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ അടുത്താണുള്ളത്. ഇവിടെ ഒന്നായിട്ടൊരു ഇന്നലത്തെ വെടിവെപ്പിന് ശേഷം ഉണ്ടായതാണ്. ചാനലുകാരൊക്കെ ഉണ്ട്. के साथ में जो बिजनेस हमारा इसके साथ जुड़ा है वो कहीं ना कहीं अफेक्ट कर रहा है. हमारे इकोनॉमिक का जो ये है वो डाउन हो रहा है. हमारे लोग यहाँ पे जो है इकोनॉमिकली जो है वो डाउन हो जाएंगे. हमारा बिजनेस सफर करेगा, हमारे बच्चे सफर करेंगे. ഇവിടെ ചാനലുകാരുടെ ഇന്റർവ്യൂ ആണ്. പിന്നെ ലാൽ ചൗക്ക് ശ്രീനഗറിലെ कि अगर हम उनकी जगह पे होते, हम बाहर होते और हमारे साथ ऐसा इंसिडेंट होगा तो ऑब्वियसली हम तो वापस आने की कोशिश करेंगे ना. लेकिन हम उनके साथ हैं, हम उनके साथ हैं. हम उनको ये बताना चाहते हैं कि आप अपनी कैंसिलेशन मत ये करें, कैंसिल करें. ഇവിടെ മൊത്തം ഹർത്താലാണ്. ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ട് ഞാനും പങ്കെടുത്തതാണ്. അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ വീഡിയോ ആരും എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് കാശ്മീരി സ്ത്രീകളുണ്ട്. മലയാളി ചാനലിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതൊന്നും കാണാം നമുക്ക്. പ്രതിഷേധവും നാം ഇന്ന് കണ്ടു. അവർ ഭീകരവാദത്തിനെതിരാണ്. ഞങ്ങൾ കാക്ഷിക്കുന്നത് സമാധാനവും സ്വൈരജീവിതവുമാണ്. ഞങ്ങളുടെ ഉപജീവനം ടൂറിസത്തെ തകർക്കുന്ന രീതിയിലുള്ള ഭീകരാക്രമണത്തിന് തങ്ങൾ എപ്പോഴും എതിരെ നിലകൊള്ളും എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കശ്മീർ ജനത ഇന്ന് തെരുവിലിറങ്ങിയത്. ഇന്ന് സ്ത്രീകളുടെ അടക്കം പ്രതിഷേധ പ്രകടനവും ഈ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലുണ്ടായി. തങ്ങൾ ടൂറിസ്റ്റുകൾക്ക് അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.